സോ വെൽക്കം ബാക്ക് ടു മൈ സർവൈവൽ സീരീസ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു വ്യൂസും കിട്ടിയായിരുന്നു. ഞാനത് സ്ക്രീനിൽ കാണിക്കുക. എന്തൊക്കെയായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ഞാൻ ഓഫ്ലൈനായിട്ട് കുറച്ച് നേരം ഒന്ന് കറങ്ങി അടിച്ചപ്പോൾ എനിക്ക് ഇവിടെ ഒരു വില്ലേജ് കിട്ടി, ഒരു പ്ലെയിൻസ് വയോ. നശിച്ച ഡെസേർട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഊരി കിട്ടി, കാര്യമായി. ഈ ഒരു വില്ലേജിലൊരു കുറവുണ്ട്, പോയി കൊന്നാലേ? അല്ലേ വേണ്ട, അതവിടെ ജീവനോട് നിൽക്കട്ടെ, പിന്നീട് ഉപകാരപ്പെടും. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് രണ്ട് കാര്യങ്ങളല്ലേ എന്ന് ചെയ്യുന്നത്. ഒന്ന് ഡെസേർട്ടിൽ നൂരി വല്ല പ്ലെയിൻസിനും ചെന്ന് നിൽക്കണം, ആ പ്ലെയിൻസിൻ്റെ വീട് പണിയാവും. ഞങ്ങൾക്ക് ഒരെണ്ണം ഓഫ്ലൈനായിട്ട് അങ്ങനെ ചെയ്തു പോയി, സീനില്ല. നമുക്കിപ്പം പുതിയൊരു വീട് പണിയാം. ഇന്നലെ ഇവിടെയാണ് ഞാൻ കാണുന്നത്, പച്ച ബെഡ്. അവിടെ ഡെസേർട്ടിൻ്റെ പച്ച ബെഡ് എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്ക് ചുവന്ന ബെഡ് കിട്ടിയാൽ കൊള്ളാം. കാര്യമായിട്ട് ഇതിൻ്റെ ഈ ഒരു വില്ലേജിൻ്റെ അകത്ത് ചുവന്ന ബെഡാണ്. അപ്പം പിന്നെ ഇന്നത്തെ ഇതിന് വേണ്ടിയിട്ടുള്ള വുഡ് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കെന്താണ് ആക്സും പിക്കാക്സും എല്ലാം ഉണ്ടാക്കണം. സോ ഇന്നലെ എൻ്റെ പിക്കാക്സ് പൊട്ടി, അപ്പം ഞാൻ സ്റ്റോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ഓക്കെ, ഞാൻ എവിടെ മൈൻഡ് ചെയ്യണം? അല്ലാതെ നമുക്ക് താമസിച്ചെടുത്ത് തന്നെ മൈൻഡ് ചെയ്യാം. പേര തുരയ്ക്കൽ എന്തൊക്കെയാ വിളിച്ച് പറയുന്നതെന്ന് അറിയത്തില്ല. എന്തൊക്കെയായാലും എന്താ കണ്ടാൽ പോലെ ഞങ്ങൾക്ക് നമുക്ക് ഫുള്ളത് മൈൻഡ് ചെയ്തെടുക്കാം, ഒരു വലിയൊരു ഏരിയ. ഓക്കേ, ഓറ് കോപ്പറാണോ? അത് ഷെയ്ഡ് ഇട്ടോന്ന് അറിയാൻ പറ്റുന്നില്ല ഏതോറാന്ന്. കോപ്പർ തന്നെ. അപ്പോൾ ഈ പ്രശ്നം ഇതുവരെ മാറിയില്ല. ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റ് ഒറിജിനലി കളിക്കുന്നതെന്ന്. ആ ഒരു ടൈം മുതലുള്ള പ്രശ്നമാണിത്. എന്താ ചെയ്യണ്ട, ഇത് മൊത്തം മൈൻഡ് എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർമർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. നമുക്ക് ഇത് വെച്ചൊരു ആർമർ നമുക്ക് സെറ്റാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് എന്താണ് ഉള്ള ഇത് വെച്ചിട്ട് ഐറ്റംസ് ഒക്കെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഒരു ശവനുണ്ടാകും. ഓക്കേ, വേണ്ടുന്നതെല്ലാം ഞാൻ ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ വുഡ് കളക്ട് ചെയ്യാം. ഐശ്വര്യമായിട്ട് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഓക്കേ, എനിക്കൊരു കൊച്ചു വീട് മതി. ഒരു സ്റ്റാർട്ടിങ് ബേസ് ആകുമ്പം അറിയാൻ പറ്റും, സ്റ്റാർട്ടിങ് ബേസിൻ്റെ ഒരു ഇത്. എന്നിട്ട് ഞാൻ പിന്നെ ഒരു വലിയ ബേസിലുള്ളവോ കൊട്ടാരോ വല്ലോ ഒക്കെ പണിഞ്ഞോളാം. എനിക്ക് ഈ ഒരു വേൾഡൊരു കുറച്ച് എപ്പിസോഡ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് പൊട്ടിച്ച് നമുക്ക് ഇവിടെ നിന്ന് താമസിച്ചാൽ അല്ലാണ്ട് കയറി ഇറങ്ങാനും പാടായിരിക്കും. നമുക്ക് മുകളിൽ എവിടെയെങ്കിലും പണിയാം. ഈ ഒരു മരം കൂടെ വെട്ടിയിട്ട് നമുക്ക് വീട് പണിയാനുള്ള സ്ഥലം നോക്കാം. ആരാണ് എന്താ മെസ്സേജ് അയക്കുന്നത്? ഞാൻ നോക്കുന്നില്ല. ഗെയിം കളിക്കുന്ന സമയത്ത് ഡു നോട്ട് ഡിസ്റ്റർബ് ഓണാക്കിയിടണേ. ചത്തില്ല, അവിടെ കിടപ്പുണ്ട്. കാല് തട്ടി വീണ്, എൻ്റെ കാല് തട്ടി അവനങ്ങ് വീണ്. പാവം, ആർമഡെല്ലു തീരോടിൻ്റെ പൊട്ടിയുണ്ട്. അപ്പം നമുക്ക് ഏത് സ്ഥലത്ത് ആ വീട് പണിയേണ്ടതെന്ന് നമുക്ക് നോക്കിയപ്പോൾ ഇവിടെ നോർമൽ പ്ലെയിൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെയായാലും സാരമില്ല, നമുക്ക് ഇവിടെ എന്തായാലും പണിയുണ്ട്. കാരണം നമ്മുടെ ഇരിക്കുന്ന അക്കേഷ്യ വുഡ്. സോ നമ്മൾ ഇവിടെ പണിയാൽ കാണാൻ ഒരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് വേറെ എവിടെയെങ്കിലും പോയി പണിയാം.
അതേ നടക്കത്തുള്ളു. മലയുടെ മണ്ടപ്പണി ഞാനാ. മലയല്ല, കുന്ന്, മുട്ടക്കുന്ന്. അത് ഇത് വേണ്ട. ഇവിടെ ഇത് എന്താണ് മറ്റേ പ്ലെയിൻസ് കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഏരിയ. നമുക്ക് അവിടെ പണിയാം ആ ഒരു ഏരിയയിൽ. അതാകുമ്പം വലിയ സീനില്ല. ഓക്കെ, നമുക്ക് പണിയാൻ തുടങ്ങും. ഞാനിതിപ്പോൾ എന്താണ് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കും. കാരണം ഈ ഒരൊറ്റ കൊച്ചു പൈസ സ്ലോ ബിൽഡർ ആയതുകൊണ്ട് തന്നെ എന്താണ് ടൈം എടുക്കും. വേറെ കുറേ 10-15 മിനിറ്റ് എടുത്തു ഇപ്പോൾ ഈ പണിയുന്ന സാധനം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ഞാൻ ബംഗ്ലാവ് ഉണ്ടാക്കും, അത് വേറെ കാര്യം. അങ്ങനെ ഒത്തിരി നേരം കൊണ്ട് ഒരു പശുക്കളൊന്നും കാര്യം എന്തിനാണോ എന്തോ. ഓക്കെ, നമുക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാം. എടാ അവിടെ നിൽക്കുന്ന ആടാ. സ്കൂട്ടർ ഏകാതെ നടക്കത്തുള്ളു.
അങ്ങനെ വീട് പണി കഴിഞ്ഞ്. അപ്പം ഞാൻ തമ്മിൽ ഇതിൻ്റെ ഫുൾ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. എനിക്കറിയാം നിങ്ങൾ 10ൽ 100 മാർക്കായിരുന്നു. ഇപ്പം